വിഷയമുണ്ടായി. ഇവിടെ ഞങ്ങൾ പൊതുച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നവരാണ്. ഞങ്ങളുടെ രോഗികൾ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഈ സമരം എടുത്തത്. ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സംസാരിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഈ ആശുപത്രിയുടെ സൂപ്രണ്ട് വാതുറക്കാൻ തയ്യാറാവുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വാതുറന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആശുപത്രിയുടെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പോൾ ആരാണ് ഇതിന് മറുപടി പറയുന്നത്? ഈ മന്ത്രി വരുമ്പോൾ ആശുപത്രി അടച്ചുപൂട്ടണം, അന്ന് രോഗികൾക്ക് ചികിത്സ കൊടുക്കേണ്ടതില്ല എന്നാണ് പുതിയ സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അത് പരസ്യപ്പെടുത്തണം. രഹസ്യമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് നടപ്പിലാക്കരുത്. മന്ത്രി ഏതെങ്കിലും ആശുപത്രി സന്ദർശിച്ചാൽ അന്ന് ആശുപത്രി അവധി, രോഗികൾ വരണ്ട, ഞങ്ങൾ ഇവിടെ ചായ കുടിയും മറ്റു പരിപാടിയുമായി ഇവിടെ കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിനുശേഷം മന്ത്രി ആനയിച്ചുകൊണ്ട് നടക്കലാണ് ഞങ്ങളുടെ ചുമതലയെന്നും തൊഴിലെന്നും ഈ ആശുപത്രിയെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു പോവാം. പക്ഷേ ഇതിന് മറുപടി പറയാതെ ഇവിടെ പോകാം. ഇപ്പോൾ ഞങ്ങൾ ഈ സമരം ഉണ്ടായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് സൂപ്രണ്ട് ഇവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. മറുപടി പറയാതെ ശ്രദ്ധ തിരിച്ച് ഇവിടെ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് സൂപ്രണ്ട് സ്വീകരിച്ചത്. പക്ഷേ സൂപ്രണ്ടെന്ന് മനസ്സിലാക്കണം, ഞങ്ങളും നാളെ ഈ നാട്ടിലുണ്ട്. നാളെയും സൂപ്രണ്ട് ഇതേ ആശുപത്രിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. എല്ലാ ദിവസവും ഒളിച്ചോടുന്ന സമീപനം എടുക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഒളിച്ചോടാനുള്ള വഴി കൂടി കണ്ടുവച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പാടുള്ളൂ എന്ന് DYFI എല്ലാ ദിവസവും ഇവിടെ പൊതുച്ചോറ് കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ കയറി വന്ന് സൂപ്രണ്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഇനി ഇതിന് മറുപടി പറയാൻ എന്തായാലും നാളെ DYFI ഈ ആശുപത്രിയിലേക്ക് ഉജ്ജ്വലമായി മാർച്ച് സംഘടിപ്പിക്കും. ഈ പോലീസ് വിചാരിച്ച തടയൊന്ന് കഴിയട്ടെ. ചില പോലീസുകാർക്ക് മന്ത്രി വന്നതിന്റെ പേരിൽ ഉള്ളിലെ കോൺഗ്രസ് ശക്തം വല്ലാതെ തിളച്ചുമറിയുന്നുണ്ട്. ആ തിളയൊക്കെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ തിള തൽക്കാലം ഒന്ന് പൊടിക്കടങ്ങി നിൽക്ക്, തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ പൊടിക്കടങ്ങ് എന്ന് മാത്രമേ ആ ഉദ്യോഗസ്ഥന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് കയറേണ്ടതില്ല. ഇവിടെ സമരം ചെയ്യാൻ DYFI തീരുമാനിച്ചു വന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതോട് സമരം ചെയ്യും. അത് തടയാൻ കേരള പോലീസ് വളർന്നുണ്ടെങ്കിൽ പോരട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. നോക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്. ഇപ്പോൾ 20 DYFIക്കാരുള്ളൂ. ഇനി ഇതിന്റെ എണ്ണം കൂട്ടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ നിലപാടനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. തീർച്ചയായും അത് തന്നെയാണ്. DYFI പ്രവർത്തകർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സൂപ്രണ്ട് മറുപടി പറയണം എന്നുള്ളതാണ് DYFI പ്രവർത്തകരുടെ ആവശ്യം. മന്ത്രി മറുപടി പറയാതെ മടങ്ങിപ്പോയ വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ട് മറുപടി പറയണം. എന്തുകൊണ്ടാണ് രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചത്, വേണ്ടത്ര ഡോക്ടർമാർ എന്തുകൊണ്ട് ആശുപത്രിയിൽ ഉണ്ടായില്ല എന്നുള്ള വിഷയങ്ങളടക്കം സൂപ്രണ്ട് മറുപടി പറയണം എന്നുള്ളതാണ് DYFI ഈ ഘട്ടത്തിൽ ആവശ്യം ഉന്നയിക്കുക. എന്നാൽ നമ്മൾ സൂപ്രണ്ടുമായി ഈ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ചുമതല ഏറ്റെടുത്ത സൂപ്രണ്ടാണ്. കൂടാതെ ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO അടക്കം ഇപ്പോൾ ഈ ഓഫീസിനുള്ളിലുണ്ട്. ഉന്നതതല യോഗത്തിന് എത്തിയതാണ്. അവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവുണ്ട്, ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെയും കുറവുണ്ട്. ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടനടി പരിഹരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അജിംസ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലയിലെ സാധാരണക്കാരായ നിരവധി മനുഷ്യർ അവരുടെ ഏക ആശ്രയമായി കരുതുന്ന ആശുപത്രിയാണ് ഈ ജില്ലാ ആശുപത്രി. നിരവധി ആളുകൾ ദിനേന വന്നു പോകുന്ന ഇടമാണ്. പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത തിരക്ക് ഈ ആശുപത്രിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും അടക്കം നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണ് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. കൂടുതൽ ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സുമാരെയും നിയമിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ. ഏതായാലും DYFIയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഈ ഘട്ടത്തിലും തുടരുകയാണ്. മറുപടി പറയാതെ തങ്ങൾ ഇവിടുന്ന് പോവുകയില്ല എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് DYFI. പക്ഷേ ഏറ്റവും ദാരുണമായ കാര്യം, ഇങ്ങനെ ഒരു സംഭവം ആശുപത്രിയിൽ മന്ത്രി സന്ദർശിക്കുന്ന ദിവസം തന്നെ ഉണ്ടാവുകയും എന്നാൽ മന്ത്രി ആ വിഷയത്തോട് ശക്തമായി പ്രതികരിക്കാൻ ഒരു വാക്കുപോലും മറുപടി പറയുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ DYFIയുടെ പ്രതിഷേധം ഈ ഘട്ടത്തിലും തുടരുകയാണ്.